അപ്പൊ കൗണ്ടർ കളക്ഷൻ റെമിറ്റൻസ് എന്ന പ്രോസസ്സ് വഴിയാണ് നമ്മൾക്ക് ക്യാഷ് ബാങ്കിൽ അടയ്ക്കുന്ന പ്രോസസ് ചെയ്യേണ്ടത്. അതിന് ചെയ്യേണ്ട കേസ് സർവീസസ് എന്ന മെനു, ഫിനാൻസ് മാനേജ്മെന്റ് എന്ന മെനു, കൗണ്ടർ കളക്ഷൻ റെമിറ്റൻസ്. ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ ഏത് ഡേറ്റിലാണോ ഈ സ്ക്രീൻ ഓപ്പൺ ആക്കുന്നത് ആ ഡേറ്റ് ആണ് അവിടെ കാണുന്നത്. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളിതുവരെ റെമിറ്റ് ചെയ്യാത്ത, അതായത് സ്മാർട്ടിൽ കൗണ്ടർ കളക്ഷൻ റെമിറ്റൻസ് ചെയ്യാത്ത മുഴുവൻ കൗണ്ടർ വൈസ് റെസീറ്റുകളും ലിസ്റ്റ് ചെയ്യും. അത് ആവശ്യമായത് സെലക്ട് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഡിഫോൾട്ട് ബാങ്ക് കൊടുക്കുന്നു, അവിടെ ഡിഫോൾട്ട് ബാങ്ക് വന്നിട്ടുണ്ട്. പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, പ്രൊസീഡ് കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് അത് താഴെ വരുന്നു, റെമിറ്റൻസ് ഡീറ്റെയിൽസിൽ വരുന്നു. അവിടെ നമ്മൾ ആ കണ്ണിന്റെ ചിത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ അടച്ച കൗണ്ടർ ഫോയിൽ നമ്പറും അതുപോലെ തന്നെ ആ കൗണ്ടർ ഫോയിലിന്റെ അറ്റാച്ച്മെന്റും ചെയ്ത് സേവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൗണ്ടർ കളക്ഷൻ റെമിറ്റൻസ് പൂർണ്ണമാവുള്ളൂ. ഒരു കൗണ്ടറിൽ സ്വീകരിച്ച വിവിധ തരം റെസീറ്റുകൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബാങ്കിലേക്ക് സ്വീകരിക്കാനുള്ള സംവിധാനമുണ്ട്. 5 റെസീറ്റ് നമ്മളൊരു ബാങ്ക് കൗണ്ടറിൽ സ്വീകരിച്ചു. ആ 5 റെസീറ്റിലെ 2 റെസീറ്റ് നമുക്ക് മറ്റൊരു ബാങ്കിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് മൾട്ടിപ്പിൾ ബാങ്ക് എന്നുള്ള റെമിറ്റൻസ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ബാങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൗണ്ടറിൽ സ്വീകരിച്ച വിവിധ തരം റെസീറ്റുകൾ മൾട്ടിപ്പിൾ ബാങ്കിലേക്കായിട്ട് ചൂസ് ചെയ്യുന്നതിനുള്ള സംവിധാനം സ്മാർട്ടിലുണ്ട്.